നമസ്കാരം, തുല്യത ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ മാക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് കാണുക, പഠിക്കുക. ഇനി നമ്മൾ മാക്രോ ഇക്കണോമിക്സിൻ്റെ 6 ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബുക്കിൽ മാക്രോ എക്കണോമിക്സ്, അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട 4 മാർക്കിൻ്റെ ചോദ്യമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതായത് മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. അതിന് മറ്റൊരു ചോദ്യമാണ് ഗ്ലോബൽ ക്രൈസിസ് ഓഫ് 1930 എന്ന് ചോദിക്കും. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ് ഓഫ് 1930 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കാം. അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. 4 മാർക്കിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ ഇക്കോണമി. 2024 മാർച്ചിലെ കുട്ടികളുടെ പരീക്ഷയ്ക്ക്, സ്കൂളിലെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നതാണ്. ഇത് തുല്യതക്കാർക്കും എന്തായാലും വരുന്നൊരു ചോദ്യമാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഈ 2 ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. കൃത്യമായിട്ട് പഠിച്ചോളുക. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ്, അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആദ്യ ഭാഗത്ത് തന്നെ 4 ഗുഡ്സിനെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഗുഡ്സുകൾ? ഒന്ന് ഫൈനൽ ഗുഡ്, അന്തിമ വസ്തു. രണ്ടാമത്തേത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്, ഇടനില ഉൽപ്പന്നം അല്ലെങ്കിൽ മധ്യമ ഉൽപ്പന്നം അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നം. അതിന് 3 മലയാളമുണ്ട്. അന്തരാള ഉൽപ്പന്നം എന്ന് വിളിക്കാം, അതുപോലെ തന്നെ ഇടനില ഉൽപ്പന്നം എന്ന് വിളിക്കാം, മധ്യമ ഉൽപ്പന്നം എന്ന് വിളിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നാണ്. എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്. ആ ഗുഡ്സിൽ 4 ഗുഡ്സിൽ ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ ഗുഡാണ് കൺസംഷൻ ഗുഡ് അല്ലെങ്കിൽ ഉപഭോഗ വസ്തു. ഉപഭോഗ വസ്തുക്കളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡ്യൂറബിൾ ഗുഡാണ് ഒന്ന്, രണ്ടാമത്തേത് നോൺ ഡ്യൂറബിൾ ഗുഡാണ്. എന്താണ് ഡ്യൂറബിൾ ഗുഡ്? ദീർഘകാലം ഉപയോഗിക്കാവുന്നത്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയാത്ത, അതായത് ഈടുള്ള വസ്തു, ഈടില്ലാത്ത വസ്തു. ഒന്നുകിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ എക്സാമ്പിൾ തന്നിട്ട്, ഉദാഹരണങ്ങൾ തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടി പറയും. ഈടുള്ളത്, ഈടില്ലാത്തത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളണം. മറ്റൊരു ചോദ്യമാണ് സ്റ്റോക്ക് ഫ്ലോസ്, അതായത് ശേഖരം പ്രവാഹം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോ. അതെന്തായാലും വരും. സ്റ്റോക്ക് ഫ്ലോസ്, ശേഖരം പ്രവാഹം. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അതൊരു 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണ്, അതിൻ്റെ ഉദാഹരണ സഹിതം ചോദിക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അതിനെ കോളം തരംതിരിക്കാൻ വേണ്ടിയിട്ടും പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊന്ന് ആ ചാപ്റ്ററിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ചോദിക്കും. അറ്റ പരോക്ഷ നികുതി എന്താണ്? അത് സമവാക്യം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാവും ചോദിക്കുക. 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും. NIT = IT - S എന്നാണ് സമവാക്യം. NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അറ്റ പരോക്ഷ നികുതി. അത് നമുക്ക് കിട്ടുന്നത് പരോക്ഷ നികുതിയിൽ നിന്ന് നമ്മൾ സബ്സിഡി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് IT - S എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റ അടവ് അല്ലെങ്കിൽ മാറ്റ കൊടുതിയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളണം. പിന്നെ 4 അല്ലെങ്കിൽ 3 മാർക്കിന് ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടിയാണ് സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡൽ ഇക്കോണമി. അതായത് നമുക്കൊരു ചിത്രം വരയ്ക്കാനുണ്ടല്ലോ, 2 മേഖലകൾ കൊടുത്തിട്ട് കുടുംബം, സ്ഥാപനം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, അതുപോലെ എന്താ പറയുക ഫേം, ഇങ്ങനെ 2 സ്ഥാപനങ്ങൾ ഒരു പെട്ടിയിൽ കൊടുത്തിട്ട് അതിനിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മളോട് വരയ്ക്കാൻ പറയും. അത് ചിത്രം മാത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3 മാർക്കിനും, അതുപോലെ ആ ചിത്രത്തിലുള്ള കാര്യങ്ങൾ താഴേക്ക് മണി ഫ്ലോ, റിയൽ ഫ്ലോ, അതായത് പണപ്രവാഹം, യഥാർത്ഥ പ്രവാഹം എന്നിങ്ങനെ തരംതിരിച്ച് താഴേക്ക് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് 4 മാർക്കിലേക്കുമാണ് പോകുന്നത്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ ചോദ്യമാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതെല്ലാമാണെന്ന് ചോദിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ 3 രീതികളുണ്ട്. ഉൽപ്പന്ന രീതി, അതുപോലെ തന്നെ ചെലവ് രീതി, അതുപോലെ വരുമാന രീതി. ഇത് കുട്ടികളുടെ 2024 ഈ വർഷത്തെ മാർച്ചിലെ പരീക്ഷയ്ക്ക് ഇതിങ്ങനെയല്ല ചോദിച്ചത്. അതിനെ കണക്ട് ചെയ്ത് വേറൊരു ചോദ്യം വന്നു. അപ്പോൾ തുല്യതക്കാർ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി അത് വന്നില്ലെങ്കിൽ എസ്സേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ വരും. അതായത് എന്താണ് നോമിനൽ GDP, എന്താണ് റിയൽ GDP എന്ന് ചോദിക്കും. നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണെന്ന് ചോദിക്കും. ഓക്കെ, നാമമാത്ര GDPയും അതുപോലെ യഥാർത്ഥ GDPയും അത് തന്നെയാണ് GDP ഡിഫ്ലാറ്റർ. നാമമാത്ര
ജി ഡി പിയും യഥാർത്ഥ ജി ഡി പിയും തമ്മിലുള്ള അനുപാതമാണ് ജി ഡി പി ഡിഫ്ലാറ്റർ. അതും പഠിക്കണം. ജി ഡി പി ഡിഫ്ലാറ്റർ എന്താണെന്ന് ചോദിക്കും. അതുപോലെ നാമമാത്ര ജി ഡി പി എന്താണ്, അല്ലെങ്കിൽ പണാത്മക ജി ഡി പി, അതുപോലെ യഥാർത്ഥ ജി ഡി പി അത് പഠിക്കുക. നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത്. അതുപോലെ റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിലാണ് ജി ഡി പി എന്ന് എഴുതുക. ഓക്കെ, ആ ഒരു ചോദ്യവും അതുപോലെ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കാൻ ഉപകരിക്കുമോ എന്ന് ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജി ഡി പി ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ, ഡു യു എഗ്രി എന്നാണ് ചോദ്യം ഉണ്ടാവുക. ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ മെഷർമെൻറ്റ്, അതായത് വെൽഫെയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് അല്ലെങ്കിൽ ഒരു സൂചകാങ്കമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നോമിനൽ ജി ഡി പി, റിയൽ ജി ഡി പി എന്താണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കുന്ന ഒരു അളവുകോലായിട്ട് ഉപയോഗിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് എസ് എ ആയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് ചോദിച്ചത് 2024 മാർച്ചിൽ. അപ്പോൾ അതേ ചോദ്യം നിങ്ങൾക്ക് ഈ തുല്യതക്കാർക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത്. നന്നായിട്ട് പഠിച്ചു പോയിക്കോളുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ഡ്രോബാക്ക് എന്താണ്, അതായത് ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് മണി ഓർ എമർജൻസ് ഓഫ് മണി. പണത്തിൻ്റെ ധർമ്മങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ, അത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, ഒരു ഭാഗമുണ്ട്. ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ചോദനം എന്താണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി, അതുപോലെ പണത്തിൻ്റെ നിയമപരമായ അളവുകൾ M1, M2, M3, M4 അങ്ങനെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മണി സപ്ലൈ 1, 2, 3, 4 ഒരു ചാർട്ടിൽ ഒരു ബോക്സ് വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് പഠിക്കണം. അതുപോലെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണ്, ദ്രവത്വ കെണി എന്നാൽ എന്താണ്, അതായത് പലിശ നിരക്ക് കുറഞ്ഞ് മിനിമം എത്തുമ്പോൾ നമ്മുടെ ഊഹക്കച്ചവടത്തിനുള്ള പണത്തിൻ്റെ ചോദനം അനന്തമായി കൈവശം വയ്ക്കുന്നു, നീളുന്നു എന്ന് പറയുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എസ് എ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ, കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. ഏതെങ്കിലും 5 or 6 പോയിന്റുകൾ എഴുതാൻ വേണ്ടി പറയും. ബാക്കിയുള്ള ഒരു ചോദ്യം ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്നും കണക്ട് ചെയ്യും. 2 ചോദ്യങ്ങളാണ്. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് എസ് എ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 കുട്ടികൾക്ക് ചോദിച്ച എസ് എ ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 6 എഴുതാൻ അല്ലെങ്കിൽ 4 എഴുതാൻ പറഞ്ഞിരുന്നു. അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് മോണിറ്ററി പോളിസി, പണനയത്തിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി ഓഫ് RBI എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് RBIയുടെ മോണിറ്ററി പോളിസി, പണനയം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിടും. പണനയം തയ്യാറാക്കുന്ന RBI ആണ് നമ്മുടെ രാജ്യത്തിൽ. ഓക്കെ, അതായത് പണപരമായ നിയമം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, തുറന്ന വിപണി പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ, ബാങ്ക് റേറ്റ് ഉണ്ട്. അതുപോലെ കരുതൽ ധന അനുപാതം ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ അത് വിവരിക്കാനുള്ളത്. അതും നമ്മളൊരു ബോക്സ് വെച്ച് വരച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നമ്മുടെ സെപ്പറേറ്റ്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചാനലിലുണ്ട്. അതെടുത്ത് കാണുക, അല്ലെങ്കിൽ നമ്മളിടുന്ന് വാങ്ങിയ ബുക്കിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക, പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം. ഇതിൽ എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് 2 ചെറിയ വാക്കുകളാണ്. എക്സ് ആൻഡ് എന്താണ്, എക്സ്പോസ്റ്റ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ കൺസംഷൻ ഫംഗ്ഷൻ, അതൊരു 3 മാർക്ക് വരെ മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഉപഭോഗധർമ്മ സമവാക്യം എഴുതാൻ വേണ്ടി പറയാം. അതുപോലെ പിന്നെ നമുക്ക് ചോദിക്കുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ്, AD, അതായത് സഞ്ചിത ചോദനവും അതിൻ്റെ കമ്പോണൻസ് എന്താണ്, അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് ചോദിക്കും. സഞ്ചിത ചോദന എന്താണ്, സഞ്ചിത ചോദനത്തിൻ്റെ ചിത്രം വരയ്ക്കുക, സഞ്ചിത ചോദനത്തിൻ്റെ ഘടകങ്ങൾ, അതായത് AD = C+I, സിയും ഐയും ആണ് ഘടകങ്ങൾ. CI എന്ന് എഴുതിയാൽ 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും പഠിച്ചോ, ഉറപ്പായിട്ടും വരുന്നതാണ് സഞ്ചിത ചോദന. അങ്ങനെയാണ് മലയാളം വരുന്നത്. മൊത്തം ചോദന എന്നും പറയും, സഞ്ചിത ചോദന എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഉണ്ടാവുക. അഗ്രഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ AD എന്ന് കാണിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ഈ പഠിക്കേണ്ട ഔട്ട്പുട്ട് മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. മൾട്ടിപ്ലയർ, ഗുണകം.
ഓക്കെ, ഗുണകത്തിൻ്റെ സമവാക്യമൊക്കെ പഠിച്ചു വെക്കുക. കെ സമം 1/1 - MPC അല്ലെങ്കിൽ K = 1/1 - C, അതും അല്ലെങ്കിൽ K = 1/MPS എന്ന് പറയുന്ന സമവാക്യങ്ങളൊക്കെ പഠിക്കുക. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചോദിക്കാം. നമ്മുടെ ചാനലിൽ വീഡിയോകളുണ്ട്. 5ാമത്തെ ചാപ്റ്ററാണ് ഗവൺമെൻറ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ധർമ്മങ്ങൾ, അതാണ് 1ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് ബജറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് ബജറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, ലക്ഷ്യങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കുക. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ ചോദ്യത്തോടു കൂടിയാണ്. 4 മാർക്കാണിത്. 3 ടൈപ്പ് കാര്യങ്ങളേ ഉള്ളൂ, അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ബജറ്റിൻ്റെ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതായത് സോഴ്സസ് ഓഫ് ഗവൺമെൻറ് റവന്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. 5 മാർക്കാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചോളുക. ഫിസ്ക്കൽ പോളിസി, ധനനയം എന്താണ് എന്ന് പഠിക്കുക. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പഠിക്കുക. അതുപോലെ ബജറ്റിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. അതായത് ബജറ്റ് 2 തരമുണ്ട്. അത് ഏതൊക്കെയാണ്? സന്തുലിത ബജറ്റ്, അസന്തുലിത ബജറ്റ്. അസന്തുലിത ബജറ്റിനെ വീണ്ടും നമ്മൾ കമ്മി ബജറ്റ്, മിച്ച ബജറ്റ് ഇങ്ങനെ തരംതിരിക്കുന്നു. അത് ചാർട്ടായിട്ടൊക്കെ പഠിക്കുക. അതുപോലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് BOP എന്താണ്, BOT എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും, അടവ് സിസ്റ്റവും അതുപോലെ തന്നെ വ്യാപാര സിസ്റ്റവും. അത് കൃത്യമായിട്ട് രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. വ്യാപാര സിസ്റ്റം, അടവ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കും. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ്, മറ്റൊരു ചോദ്യമാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിക്കും. വിനിമയ നിരക്കാണ്. വിനിമയ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. വിനിമയ നിരക്ക്. ഓക്കെ, അതുപോലെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ, അത് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ, അയവുള്ള വിനിമയ നിരക്ക് രീതി. ഓക്കെ, 2ാമത്തേത് സ്ഥിര വിനിമയ നിരക്ക് രീതി. 3ാമത്തേത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് രീതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 ചോദിക്കുകയുള്ളൂ. 3 കൂടെ ചോദിക്കില്ല. 3 കൂടെ ചോദിക്കുകയാണെങ്കിൽ അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ അയവുള്ള വിനിമയ നിരക്ക് രീതി പഠിച്ചു വെച്ചോ, അല്ലെങ്കിൽ സ്ഥിര വിനിമയ നിരക്ക് രീതി പഠിച്ചു വെച്ചോ. അതിൻ്റെ ചിത്രസഹിതം വരച്ച് പഠിക്കുക. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ. അതുപോലെ ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ബ്രെട്ടൺ വുഡ് സിസ്റ്റം. അതായത് ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്താണ്, ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിൻ്റെ ഇരട്ടകൾ, IMF, വേൾഡ് ബാങ്ക്, അത് ചോദിക്കും. ബ്രെട്ടൺ വുഡിൻ്റെ ഇരട്ടകൾ ഏതൊക്കെയാണ്, IMF, വേൾഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കണോമിക്സിൻ്റെ, മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും നമ്മുടെ +2 എക്കണോമിക്സിന് തുല്യതക്കാർക്കും അതുപോലെ സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഇത്ര മാത്രം നിങ്ങൾ പഠിക്കുക. 80 മാർക്ക്, 80-ൽ 80 അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയൊന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 70-60 മാർക്കൊക്കെ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. വളരെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ എഫേർട്ടിന് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതായത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.